ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ പൊടി തട്ടിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് എന്ന ഒരു ഗെയിം ആണ്. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ആരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് മരം കൊത്തിയിട്ട് തുടങ്ങാം, അതാകും ബുദ്ധി. അപ്പോൾ നമുക്ക് നല്ലൊരു സ്പോണാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മൈൻക്രാഫ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. ഫുള്ളൊരു കട്ടലോകം. ഈ കട്ടലോകത്തിൽ വെച്ച് നമ്മളുടെ സാമ്രാജ്യം പണിതുയർത്തണം. അതും അതിൽ കുറേ ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് മരം പൊട്ടിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ മരം പൊട്ടിച്ചതിന് ശേഷം അത് പ്ലാങ്ക് എന്ന് പറഞ്ഞ സംഭവം ആക്കിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് വടി ഉണ്ടാക്കിയതിന് ശേഷം അതുകൊണ്ട് നമ്മൾ ചുറ്റിക ഉണ്ടാക്കണം. ചുറ്റിക. എന്നിട്ട് കല്ല് കൊത്താൻ പോകണം. ഇതാണ് ആദ്യത്തെ ഒരു ഘടകം. ഈ ഘടകത്തിന് ശേഷമാണ് അടുത്ത ഘടകം. അപ്പോൾ നമുക്ക് വേഗം കല്ല് കൊത്താൻ പോകാം. കല്ല് ഇതാണ് കല്ല് ആവണം, ആയേ പറ്റൂ. അപ്പോൾ കല്ല് കൊത്താം. ഈ ചുറ്റിക പൊട്ടുന്ന വരെ നമ്മൾ കല്ല് പൊട്ടിക്കണം, ലാഭാക്കണ്ടേ. അപ്പോൾ കുറേ കല്ല് കൊത്തി മീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ചുറ്റിക പൊട്ടണ വരെ കുഴിച്ച് ഇപ്പോൾ അവിടെ ഒരു എന്തോ ആയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാ ഇങ്ങനൊരു സ്ഥലമായിട്ടുണ്ട്. ഇത്രേ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേന് ആ ചുറ്റിക പൊട്ടി. ആ പൊട്ടിയ ചുറ്റിക നമുക്കിനി ആവശ്യമില്ല. ഇനി ഇതുകൊണ്ട് നമ്മൾ കുറച്ചു പ്ലാങ്ക്സ് കൊണ്ട് വീണ്ടും സ്റ്റിക്കുകൾ ഉണ്ടാക്കിയതിന് ശേഷം ഒരു സ്വാഡ്, ഒരു ആക്സ്, ഒരു പിക്കാക്സ്, ഒരു ഷവല്, ഒരു ഹോ, എന്തിനാണെന്നൊന്നും അറിയില്ല, എന്നാലും അവിടെ ഉണ്ടാക്കണേ. പിന്നെ ഒരു ഫർണസ്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കൈ വെക്കുക. ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുക. എന്താണെന്ന് അറിയില്ലെങ്കിൽ ഒതുക്കി വെക്കുക എന്നാണ് സോർട്ടിന് പറയുക. അങ്ങനെ വെച്ചതിന് ശേഷം ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിക്കുക. ഇനി നമുക്ക് തെണ്ടാൻ പോകാം. വല്ല ഭക്ഷണവും കിട്ടുമോ എന്ന് കണ്ടിട്ട്. ഭക്ഷണം കിട്ടി ഗൈസ്. അപ്പോൾ അതിനെ തട്ടി ഭക്ഷണം ലഭിച്ചു. ഇനിയും ഫുഡ് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് വേട്ടകൾക്ക് ശേഷം കാണാം. അപ്പോൾ കുറച്ച് വേട്ടകൾ കഴിഞ്ഞു. ഈ വേട്ടകൾക്ക് ശേഷം എനിക്ക് 4ഉം 3ഉമായി ഇറച്ചികൾ ലഭിച്ചു. ഈ ഇറച്ചികൾ എനിക്ക് ഭക്ഷണമാക്കണം, എന്നിട്ട് മുണുങ്ങണം. പിന്നെ ഗായ്സ്, ഇതിൻ്റെ സൗണ്ട് കുറച്ചിട്ടാണ് ഞാനിപ്പോൾ കളിക്കണത്. നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ഒരു സാറ്റിസ്ഫാക്ഷനായിട്ട് ഇങ്ങനെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൗണ്ട് കൂട്ടി കളിക്കുക. അപ്പോൾ എല്ലാവരും അത് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒന്നും അധികം ചെയ്യാനില്ല. ഇനി ഈ കറുപ്പ് സാധനമല്ലേ, ഈ കറുപ്പ് സാധനം കുറേ പൊട്ടിക്കണം. അത് ഇങ്ങനത്തെ സ്ഥലത്ത് ഉണ്ടാവും, പക്ഷേ എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ ഉണ്ടാവണമെന്നില്ല. പിന്നെ ഈ മൈൻക്രാഫ്റ്റിൽ ഈ സീഡ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ഓരോ വേൾഡ് കിട്ടണമെങ്കിലും ഓരോ സീഡ്സ് ഉണ്ടാവും. അതിൽ റാൻഡമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിൽ കിട്ടിയാണ്. അപ്പോൾ അതിനും സീഡ് ഉണ്ടാവും, പക്ഷേ ആ ഓല് തരുന്നതാവും. നമുക്കാണെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നല്ല സീഡ്സ് ഇതിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ വേൾഡ് ലഭിക്കും. അത് നിങ്ങളിഷ്ടമാണ്. ഞാനിത് റാൻഡമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ കുറേ വേണം നമുക്ക്. അത് ലൈറ്റ് ഉണ്ടാക്കാനും ഭക്ഷണം കുക്ക് ചെയ്യാനും ഒക്കെ ആവശ്യമാണ്. ഈ ഭക്ഷണം കുക്ക് ചെയ്ത് തിന്നണമെന്നൊന്നുമില്ല, പക്ഷേ കുക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ സൈഡിലൊരു ഭക്ഷണം എല്ലുംകോലിൻ്റെ എന്തോ ഒരു ചിക്കൻ കാലിൻ്റെ ചിഹ്നം കാണലില്ലേ, അത് വേഗം കൂടും കുക്ക് ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ അത് 2 ഈച്ചൊക്കെ കൂടും.
അപ്പോൾ അതാണ് ഈ കുക്ക് ചെയ്താലും ഇല്ലെങ്കിലുള്ള ഉപയോഗം. പിന്നെ ലൈറ്റ് നമുക്ക് മൈനിങ്ങിന് നല്ല ഉപകാരപ്പെടും. അപ്പോൾ അത് നമുക്ക് നല്ല ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇത്രയും പൊട്ടിക്കുന്നത്. എന്തായാലും ഇത് ഇവിടെ കുറേ ഉണ്ടാവും ഈ സ്ഥലത്ത്. ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ ഗൂയ്സ്, ഇതിൻ്റെ പേരാണ് അയൺ. ഈ സാധനം നമ്മളുടെ ആർമർ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനായിട്ട് അങ്ങനത്തെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണതാണ് ഇത്. പക്ഷെ നമുക്ക് കിട്ടുക റോ അയണാണ്. അത് നമ്മൾ കുക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ശരിക്കത്തൊരു അയണിൻ്റെ ഷേപ്പ് വരുള്ളൂ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, ഫുള്ളിനും കള്ളി തന്നെയാണ്. ഗൈസ്, കുറേ നേരമായി ഞാനിങ്ങനെ ഇത് ചെയ്യണേ. ഇപ്പോൾ ഇവിടെ കുറേ സോംബീസൊക്കെ സ്പോണായി, രാത്രിയായി. അതുകൊണ്ട് ഇവിടെ സോംബീസൊക്കെ സ്പോണായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിൽ ഈ സോംബിയാളടുത്തും ഉണ്ടാവും ഇങ്ങനെ ആർമറൊക്കെ ഇട്ട സാധനങ്ങൾ. അതിന് ഭയങ്കര പവറാവും. അപ്പോൾ നമ്മളിതിനെ കൊല്ലാൻ നിന്നാൽ നല്ല ഡാം കിട്ടും. പക്ഷെ ആ അയണൊക്കെ ഇട്ട ആ സാധനത്തിന് വേണമെങ്കിൽ ഒന്ന് അറ്റാക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അതിനിപ്പോൾ കാണാനില്ല. ഇപ്പോൾ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഇവിടുന്ന് വണ്ടണം ഗൈസ്. അതാ വേറൊരു സോംബി വരുന്നുണ്ട് ആർമറൊക്കെ ഇട്ട, അതിന് വേണമെങ്കിൽ കൊല്ലാം. പക്ഷെ നമുക്ക് സേഫ് ഇപ്പോൾ രക്ഷപ്പെടണമാണ്. ചത്ത് ഗൈസ്. ഇല്ല, ചത്തില്ല. രക്ഷപ്പെടാം ഗൈസ്, അതേ നടക്കും. നമ്മൾ ലൈഫ് കണ്ടില്ല ഗൈസ്. ഇപ്പോൾ ആകെ അര ഹാർട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രക്ഷപ്പെടണമാവും ബുദ്ധി. ഈ രാത്രി ഏകദേശം 5-6 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് ബാക്ക് അടിച്ചിക്കണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ഗൈസ്. അതുവരേക്കും ബൈ.